ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കും ശേഷം ബേബി ഇവിടെ എത്തി. ഒരു ഭയങ്കരമായ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം രാവിലെ എണീക്കാനായിട്ട് അലാറമൊന്നും ആവശ്യമില്ല. കറക്റ്റ് ഒരു 5 മണിക്കല്ല ഇവ എണീറ്റ് കരയാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഈ കുട്ടിക്ക് വിശക്കുണ്ടാവുമെന്ന്. ബട്ട് സംഭവം ഇവൻ ഈ സ്വാഡിൽ നിന്ന് ഊരാനുള്ള പരിപാടിയാണ്. എല്ലാ ബേബീസിനെ പോലെ ഇവനും സ്വാഡലിങ് ഇഷ്ടമല്ല. ബട്ട് സ്വാഡിൽ ചെയ്തില്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ആവില്ല. ഇവനിങ്ങനെ കാലും കൈയിട്ട് അടിച്ചുകൊണ്ടേ ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കും. അതിന് വേണ്ടിയിട്ടാണ് സ്വാഡിൽ ചെയ്ത് കൊടുക്കണം. എണീറ്റ പാടെ ഫസ്റ്റ് പരിപാടി ഓഫ് കോഴ്സ് ഡയപ്പർ ചേഞ്ച് ആണ്. ഇതിൽ അവന് ഏതാണ്ട് ഒരു 1 മന്ത് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കിവിടെ വേറെ ഹെൽപ്പ് ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 1 മാസം പോയത് അറിഞ്ഞതേയില്ല. നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. മേക്കിംഗ് വീഡിയോ ഇസ് ദ ലാസ്റ്റ് തിങ് ഐ വുഡ് ഡു. വീട്ടിൽ പുതിയൊരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ആൻഡ് ദാറ്റ് ടു നമ്മൾ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യേണ്ട ആൾ. ഇറ്റ് ഈസ് വർക്ക്, ബട്ട് ലെറ്റ് മീ ടെൽ യു, ദിസ് ഈസ് വർത്ത് ഇറ്റ്. നഴ്സറിയും വീടൊക്കെ ബേബിക്ക് വേണ്ടി സെറ്റ് ചെയ്തത് ഞങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടോ. മോയ്സ്ചർ നിന്നിട്ട് 2 ദിവസമായിട്ട് ഇവന് റാഷസ് വരണുണ്ട്. അത് കാണിക്കാൻ ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് തേച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. ഒരുപാട് വൈപ്സ് കൊണ്ട് തുടച്ചാലും റാഷസ് വരും അത്രേ. അപ്പോൾ റാഷസ് ഇല്ലെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടി തേക്കാനുള്ളതാണ് ഈ ബഡ് പേസ്റ്റ്. ഈ ഒരു ക്രീം കൂടി അതിലുള്ളതാണ് കേട്ടോ. രാത്രി ഇട്ട വൻസിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ പജാമ ഇട്ട് കൊടുക്കുകയാണ്. ന്യൂ ബോൺസിന് ബെസ്റ്റ് ഇങ്ങനത്തെ സിപ്പർ പൈജാമാസ് ആണ് കേട്ടോ. തലയിൽ കൂടെ ഉള്ളത് അവർക്ക് നല്ല കഷ്ടമാവും. ഈ ഡയപ്പർ ചേഞ്ചിങ് ടൈം ബേബി ആയിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് മാക്സിമം അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇനിയാണ് ഇവൻ്റെ ഭക്ഷണത്തേക്ക് വരുന്നത്. എന്നും ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. ബട്ട് മൈ ബോയ് ഹിയർ നീഡ്സ് ബോട്ടിൽ. ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഒരു വലിയ കഥയാണ്. ഈ ഒരു വീഡിയോ പോരാ അതിന്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ പംപ്ഡ് മിൽക്കാണ് ഈ ഫ്രിഡ്ജിനകത്തുള്ളത്. ഇവന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫ്രിഡ്ജ് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിനെ ഈ ബോട്ടിൽ വാമറിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ പോവാണ്. ഞാൻ ഫുള്ളായിട്ട് ഇത് ചൂടാക്കാൻ വെക്കാറില്ല കേട്ടോ. തണുപ്പൊന്ന് ചെറുതായിട്ട് കളയും, അത്രേ ഉള്ളൂ. ഈ കൗച്ചിൻ്റെ സിംഗിൾ സീറ്റ് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഫീഡിങ് ടൈമിൽ. റോക്കിംഗ് ചെയറും കൂടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഈ സീറ്റിൻ്റെ റിക്ലൈനർ ഇട്ടിട്ട് ഞാൻ ഇവനെ എടുത്തിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐ നോ ഇറ്റ്സ് നോട്ട് സേഫ്, ബട്ട് ഞാൻ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് ഉറങ്ങുക. ഫീഡ് ചെയ്യുമ്പോൾ ഇവൻ ഉറങ്ങിയതാണ് കേട്ടോ. സ്വാഡിൽ ചെയ്യുമ്പോൾ മാക്സിമം റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവൻ കരയുകയാണ്. ബട്ട് സ്വാഡിൽ ചെയ്തൊന്ന് കയ്യിലാട്ടി അവൻ ഉറങ്ങും. ഇനി ഒരു 1 മണിക്കൂറൊക്കെ ഉറങ്ങിക്കോളും. ഇപ്പോഴാണ് എൻ്റെ കുറച്ച് പണികളൊക്കെ തീർക്കുക. കുളിയൊക്കെ ഇപ്പോൾ നടന്നില്ലെങ്കിൽ പിന്നെ ഇന്ന് കുളിയേ നടക്കില്ല. ഭക്ഷണം ഉണ്ടാക്കലൊക്കെ ഇപ്പം തന്നെയാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഇവൻ്റെ ഡയപ്പർ സ്റ്റേഷൻ്റെ മേളിലൊന്ന് ഡിസിൻഫെക്റ്റൻറ്റ് വൈപ്സ് വെച്ചിട്ടൊന്ന് തുടയ്ക്കുകയാണ്. ഇതിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇരുന്ന് പമ്പ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഹാൻഡ്സ് ഫ്രീ പമ്പ് വെച്ചിട്ടാണ് കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. രാവിലേക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും ഒക്കെ ഇപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് വേറെ കയറാൻ സമയമൊന്നും കിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യണ പണി നിർത്തിയിട്ട് അവനുള്ള പാല് കൊടുക്കാൻ പോവാണ്. ഡെയിലി മിനിമം ഒരു 2 to 3 ounce ഉള്ള 8 ബോട്ടിൽസ് കുടിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളെല്ലാ ഫീഡിങ്ങും ഡയപ്പർ ചേഞ്ചിങ്ങും ഒക്കെ കഴിഞ്ഞ 1 മാസമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഏതാണ്ട് ആ ഒരു പാറ്റേൺ ആണോ ഫോളോ ചെയ്യണമെന്ന് അറിയാം. അതേപോലെ എത്ര ടൈം ഡയപ്പർ ചേഞ്ച് ചെയ്തു ഓരോ ദിവസം അതും കൂടി നോട്ട് ചെയ്യാറുണ്ട്. അതും ഒരു 10 to 12 ഡയപ്പർ ചേഞ്ച് വേണമെന്നാണ് പറയാം. അപ്പോൾ വീണ്ടും ഒരു ഡയപ്പർ ചേഞ്ചിന് ശേഷം അവനെ ഈ ചെയറിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഉറക്കിട്ടോ. ഇനി ഇപ്പോഴാണ് അവൻ്റെ അമ്മമ്മയും മുത്തശ്ശിയൊക്കെ വിളിക്കുക. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ്. ബട്ട് അവൻ ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെയും കിച്ചണിൽ ബാക്കി പരിപാടിയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഈ വിൻഡോയിലാണ് കഴിച്ച് തീർക്കുക. ദോശയും മുട്ടക്കറിയാണ് ഇന്ന്. കുറേ ദിവസമായിട്ട് ഉപ്പൊന്നും ഇല്ലാത്ത ബ്ലണ്ട് ഫുഡ് കഴിക്കായിരുന്നു. അത് കഴിച്ച് ശരിക്കും മടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ടേസ്റ്റുള്ള കറി വേണമെന്ന് തോന്നി. ബട്ട് ഡെയിലി എഗ്സ് ഒഴിവാക്കും വേണ്ട. അങ്ങനെ മുട്ടക്കറിയാക്കി. പിന്നെ ഇത് ലാക്ടേഷൻ ടീ ആണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സൂപ്പർ എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ എനിക്കിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ അവ എണീറ്റു. എപ്പോഴും അങ്ങനെ കേട്ടോ. ഞാൻ എപ്പോൾ കഴിക്കാതിരിക്കണോ അപ്പോൾ അവ എണീറ്റോളൂ.
എനിവേസ്, അപ്പോൾ ഇനി അടുത്ത റൗണ്ട് ഓഫ് ഫീഡിങ് ആൻഡ് ഡയപ്പർ ചേഞ്ച് ആണ്. ഒരു ന്യൂ ബോൺ ഡേ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഉറങ്ങുക, എണീക്കുക, കുടിക്കുക, ഡയപ്പർ ചേഞ്ച് ചെയ്യുക. ബട്ട് അവൻ്റെ വേക്കപ്പ് ടൈമിൽ ഞാൻ നല്ലോണം അവൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുക്സ് കൂടി വായിച്ചു കൊടുക്കും. ഈ സമയത്ത് ഞാനും കൂടി കുറച്ച് നേരം ഉറങ്ങും കേട്ടോ. ഇടയിൽ അവൻ എണീറ്റപ്പോൾ ഞാൻ എൻ്റെ കൂടെ കുറച്ച് നേരം ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പം തന്നെ അവൻ എണീറ്റു. അപ്പം ഞാൻ എണീറ്റ് ഈ ചെയറിൽ വന്നിട്ട് എൻ്റെ സീരീസ് എന്തോ കാണുകയാണ്. എടുത്തിരിക്കുമ്പോൾ ഇവൻ കുറച്ച് റിലാക്സ് ആയിട്ട് ഉറങ്ങാറുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് സെറ്റായ ഞങ്ങളുടെ ലൈഫാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വരെ ഇങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ബട്ട് ഞങ്ങൾ 2 ടിവിയും കൊടുത്തു. ഇവൻ അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 ഇയേഴ്സ് വരെ സ്ക്രീൻ ടൈം വേണ്ടെന്നാണ് 2 പേരുടെയും തീരുമാനം. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് TV സെല് ചെയ്തു. അവന് വേണ്ടാന്ന് പറയുമ്പോൾ ഞങ്ങളും കൂടി എങ്ങനെ കാണുക? ബട്ട് ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യാനുണ്ടെങ്കിൽ ഫോൺ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. അങ്ങനെ ഒരു 1 മണിക്കൂർ പരിശ്രമത്തിന് ശേഷം അവൻ ഉറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഫ്രോസൺ റൊട്ടി ഞാൻ അവനിൽ വെച്ചിട്ടുണ്ട് ഫോർ ലഞ്ച്. ഇനി അഗൈൻ അടുത്ത മിനിറ്റുമായി ഫോർ ഡയപ്പർ ചേഞ്ച്. ഇപ്പം ഞാൻ അവൻ്റെ ഡ്രസ്സ് കൂടി മാറ്റി കൊടുക്കുകയാണ്. ഓൾസോ ഒരു ചെറിയ മസാജും കൂടി കൊടുക്കും. വിറ്റമിൻ ഡി ഡെയിലി കൊടുക്കാനാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത്. അതും കൂടി ഈ സമയത്ത് തന്നെയാണ് കൊടുക്കുക. ന്യൂ ബോൺ ബേബീസിന് പറ്റുന്ന ആക്സിഡൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന മെഡിസിൻസ് നല്ലോണം പറ്റണ ന്യൂസൊക്കെ കാണാറുണ്ട്. ഞാൻ കുറച്ച് അവൻ്റെ കവിളിൻ്റെ സൈഡിലാണ് കൊടുക്കുക. സോ അവൻ തന്നെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡയറക്റ്റ്ലി മലത്തി കിടത്താതെ തല കുറച്ച് ഹൈറ്റിൽ വെച്ചാൽ ഇനിയും നല്ലതാട്ടോ. ഈ റീസൺ കൊണ്ടാണ് ഞാൻ സിപ്പറുള്ള വൺസി പ്രിഫർ ചെയ്യണത്. ഇവൻ്റെ മുഖത്തൊക്കെ കുറച്ച് കുഞ്ഞ് പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യണ ഒരു മോയ്സ്ചറൈസറാണിത്. അടിപൊളിയാണ് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. എനർജി ആയോ അപ്പച്ച എനർജി ആയോ പിന്നെ ഫുള്ള് ഭയങ്കര കരച്ചിലായി. ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ് കേട്ടോ. ഒരു ഹാഫ് ആൻ അവറിൽ സന്ദീപിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞു. പിന്നെ ഇനി കുറച്ച് നേരം അവർ 2 പേരും കൂടിയാണ്. അവർ റിലാക്സ് ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്തോളും. 2 റൗണ്ട്സ് ഓഫ് ഡയപ്പർ ചേഞ്ച് കൂടി ആൾ നോക്കിക്കോളും. ഞാൻ കുറച്ച് ഫ്രീ ആയി എന്ന് പറയാം. വീട്ടിൽ വേറെ പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർക്കാൻ പറ്റിയ ടൈമാണിത്. അവന് ബുക്സൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കരച്ചിലൊക്കെ മാറ്റി ശ്രദ്ധിച്ച് കിടന്നോളും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്സാണ് ന്യൂ ബോൺസിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അവർക്കിപ്പോൾ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുകയെന്ന് പറയാം. ഇനി കുറച്ച് നേരം ഇവർ കിടന്ന് കളിച്ചോളും. അവൻ്റെ നെക്സ്റ്റ് ഫീഡിങ് ടൈം ആകുമ്പോഴേക്കും എനിക്ക് ഭക്ഷണവും കഴിക്കാം. ഓൾസോ പമ്പ് കൂടി ചെയ്യണം. പിന്നെ ഈ സമയത്ത് ചെറുതായിട്ട് ക്ലീനിങ്ങും ലോണ്ടറിയും കൂടി ചെയ്യാറുണ്ട്. ജനിച്ച അന്ന് തൊട്ട് ബേബീസിന് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് അത്ര ടമ്മി ടൈം. എൻ്റെ ഇന്ത്യൻ മെൻറ്റാലിറ്റി ജനിച്ച അന്ന് തന്നെ ഇവനെ ടമ്മി ടൈം ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ ഒരു 15 to 20 ഡേയ്സിൽ ഞങ്ങൾ ഇവനെ ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ് ടമ്മി ടൈം ചെയ്യിപ്പിക്കാറുണ്ട്. അവൻ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, ബട്ട് ഡോക്ടർ കൂടി അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരുടെ കഴുത്തിൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ആവാനും ഗ്യാസ് ഉണ്ടെങ്കിൽ പോകാനും ഓൾടുഗെദർ അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൻ വീണ്ടും എൻ്റെ മേത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ പാവം കഷ്ടപ്പെട്ടതല്ലേ പറഞ്ഞ് ഞാൻ കുറച്ച് അവനെ പാമ്പറും ചെയ്യുന്നുണ്ട്. ലാക്ടേഷൻ ടീ കുടിക്കാറുണ്ട് കേട്ടോ ഇടയിൽ. മിൽക്ക് സപ്ലൈ കൂട്ടാൻ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം കെയറിന് ഡൂല വരുന്നുണ്ട്. 6 വീക്സിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു ഫ്രൈഡേ ആണ്. ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സും മാത്രമാണ് അവർ വരിക കേട്ടോ. അന്നത്തേക്കുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കൂ, പിന്നെ റെസിപ്പി പറഞ്ഞു തരും. ബട്ട് ലാക്ടേഷൻ ടീയും ലാക്ടേഷൻ മിൽക്കും ഒക്കെ ഒരു ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ ഇടയിൽ കുടിക്കണത്. എഡിറ്റിംഗ് ഇപ്പോൾ ആണ് കേട്ടോ തുടങ്ങിയത്. ബട്ട് ടൈം തീരെ കിട്ടണില്ല എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്യാണ്. ഇവൻ നമ്മളിങ്ങനെ ഇരുന്ന കരയും, ചിലപ്പോൾ എണീറ്റ കരച്ചിൽ മാറ്റുകയും ചെയ്യും. ഇപ്പം എന്തോ ഉറക്കത്തിലായതുകൊണ്ടാണ് തോന്നും മിണ്ടാതിരിക്കണേ. അവൻ അങ്ങനെ മെല്ലെ ഉറങ്ങി. ഉറക്കത്തിൻ്റെ ഇടയിൽ നല്ല ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാറുണ്ട്. അങ്ങനെ അവൻ്റെ സ്ലീപ്പ് നല്ലോണം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൈയൊക്കെ ഉള്ളിലിട്ടിട്ട് സ്വാഡിൽ ചെയ്യുമ്പോൾ അവൻ ഇടയിൽ എണീക്കൽ കുറവാണ്. ബേബിയുടെ ചുണ്ട് കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതൊരു ഗ്രേ ആയിട്ട് അവിടുത്തെ സ്കിൻ ഇങ്ങനെ പറഞ്ഞു വരും.
ഇവിടുത്തെ ക്ലൈമറ്റ് പൊതുവെ മോയ്സ്ചർ ഇല്ലാത്ത സൂപ്പർ ഡ്രൈ ക്ലൈമറ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഹ്യൂമിഡിഫയർ വെക്കാനാണ്. അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ എപ്പോഴും ഇത് അടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ബാക്കി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാണ്. കുറച്ച് ക്ലീനിങ് പരിപാടികളും കൂടി ഇപ്പം തന്നെയാണ് കേട്ടോ ചെയ്യുക. അത് രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യണത്. ഇതൊക്കെ കഴിയുന്നതിന് മുന്നേ അവ എണീറ്റു. ഇനി 3 പേരും കൂടി വാക്കിംഗ് പോവാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ എങ്ങനെ വീഡിയോസ് എടുത്തതെന്ന് എൻ്റെ അത്ഭുതം. കാർ സീറ്റിലൊക്കെ ഇരുന്ന് ശീലമാവണേ ഉള്ളൂ കേട്ടോ അവന്. ഇപ്പം നല്ല ഗുസ്തിയാണ് അതിക്ക് കയറാൻ. ബേബീസിന് നമ്മളോടുള്ള ഇൻട്രാക്ഷൻ പോലെ തന്നെ നേച്ചറിനോടുള്ള ഇൻട്രാക്ഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രഷ് എയറൊക്കെ കിട്ടണത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ വേഗം തീർക്കാണ് കേട്ടോ. പിന്നെ ബേബീനെ ഫീഡൊക്കെ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാണ്. ഡെയിലി കുളിപ്പിക്കാറില്ല കേട്ടോ. ന്യൂ ബോൺ ബേബീസിനെ ഡെയിലി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാം. മാക്സിമം ഒരു 3 to 4 times per week അത്ര മതി ഇത്ര. കാരണം അവർ നാച്ചുറലി ഒരു മോയ്സ്ചറൈസിങ് വാക്സി സബ്സ്റ്റൻസ് ഉണ്ടാക്കും. ഇത് അവരുടെ സ്കിന്നിന് നല്ലതാണ്. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണ്. ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഒരു തുണി മേത്തിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ലോഷനും കൂടി മേത്തിടാണ്. ഇപ്പം അടുത്താണ് അവൻ്റെ 28 കഴിഞ്ഞത്. നാട്ടിലൊക്കെ 28 കഴിഞ്ഞാൽ ഡെയിലി വയമ്പുജാതിന് വായലൊക്കെ കൊടുക്കും, മേത്തൊക്കെ തേക്കുകയൊക്കെ ചെയ്യുമല്ലേ. ഞങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് ഇടയ്ക്കൊക്കെ വീട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കാൻ ചെയ്യും. വായിൽ കൊടുക്കാറില്ല കേട്ടോ. എന്തായാലും മേത്ത് തേക്കും. ഇങ്ങനെ കണ്ണെഴുതലും പൊട്ടുകുത്തലും ഒന്നും ഡെയിലി ചെയ്യാറില്ല കേട്ടോ. ചുമ്മാ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ കണ്ടാൽ അവർക്ക് നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യാണ്. അങ്ങനെ അവൻ നല്ല ഫ്രഷായി. ഇനി കുറച്ച് പാലൊക്കെ കുടിച്ച് അവൻ ഉറങ്ങും. ഇനി അടുത്തത് അവൻ്റെ ബോട്ടിൽസൊക്കെ കഴുകലാണ്. എക്സ്ക്ലൂസീവ്ലി പമ്പിങ് ആയതുകൊണ്ട് ദിവസത്തിൽ മിനിമം 1-2 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കണം. ഇവ ഇടയിൽ എണീറ്റപ്പോൾ സന്ദീപ് അവനെ എടുത്ത് മേത്ത് കിടത്തി ഉറക്കാണ്. അവനിങ്ങനെ കിടക്കാൻ നല്ല ഇഷ്ടമാണ്. ഇനി എൻ്റെ ലാസ്റ്റ് പമ്പ് ഓഫ് ദി ഡേ ആണ്. എവറി 4 hours കൂടുമ്പോൾ ഞാൻ പമ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഹാൻഡ്സ് ഫ്രീ പമ്പിങ് മെഷീനാണ്. അത് ഞാൻ ഓവർനൈറ്റ് ചാർജ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഫുൾ ഡേ ഇതിൻ്റെ ചാർജ് നിൽക്കും കേട്ടോ. മോംകോസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പമ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇനി അവൻ അടുത്ത ഫീഡിങ്ങിന് എണീക്കണ വരെ എൻ്റെ മീ ടൈമാണ്. ഇപ്പോഴാണ് എൻ്റെ സീരീസൊക്കെ കാണുക. അപ്പോൾ ഈ സോൾട്ട് ബെറ്റ് കോസ്കോന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത ഫ്ലേവറിൻ്റെ ഫ്രൂട്ടിൻ്റെ തൊലിയിലാണ് ഐസ്ക്രീം ഉള്ളത്. ലൈക്ക് കോക്കനട്ട് ഷെല്ലിലാണ് കോക്കനട്ട് ഐസ്ക്രീം ഉള്ളത്. അതുപോലെ ഒരു 2-3 ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്യാണ്. ഈ ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം മൊത്തം കാത്തിരിക്കണത് കേട്ടോ. ഈ ടൈം എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ പ്രിപ്പറിങ് മൈ സെൽഫ് ഫോർ ദ നെക്സ്റ്റ് ഡേ. അവൻ്റെ കൂടെ ഡേ വെൽ സ്പെൻഡ് ചെയ്യാനുള്ള എനർജിക്കായിട്ട്. ഇത് കഴിച്ച് തീരുമ്പോഴേക്കും അവൻ എണീറ്റു. ഇനി അവൻ്റെ ഫീഡിങ്ങും ഡയപ്പർ ചേഞ്ചിങ്ങും ഒക്കെ നടക്കും. പിന്നെ അവനൊന്ന് ഉറക്കി തിരിഞ്ഞപ്പോഴേക്കും അവൻ എണീറ്റു. അങ്ങനെ ടൈം ഏതാണ്ട് ഒരു 1 മണിയായി. ഇനി സെയിം റിപ്പീറ്റേഷനാണ്. ഞാൻ നല്ല ഷോക്ക്ഡാണ് ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തു എന്ന് ആലോചിച്ചിട്ട്. ഹോപ്പ് യു ഗൈസ് ഡിഡ്ന്റ് ഗെറ്റ് ബോർഡ്. എല്ലാം റിപ്പീറ്റേഷൻ തന്നെയാണ്. ബട്ട് ഇതാണ് ന്യൂ ബോർണിനെ വെച്ചിട്ടുള്ള റിയൽ ഡേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.